നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും ചോദിക്കാം. എങ്ങനെയാണ് നിലമ്പൂരിൽ BJPയുടെ ഒരു സാധ്യത കണക്കാക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾ ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള രണ്ട് മുന്നണികളാണ്. ആ മുന്നണികളുടെ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിന് ഉണ്ടാകേണ്ടിയിരുന്ന വികസനം, ആ വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ നിരാശരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മതരാഷ്ട്രവാദികളെയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഒരു നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നീക്കമായിരിക്കും എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിയും. ഈ രണ്ട് കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട്, ലോകം മുഴുവൻ ഇന്ത്യയെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം മുഴുവൻ വിവിധ മേഖലകളിലുള്ള വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിലമ്പൂരിലും കേരളത്തിലും ആ വികസനം ഉണ്ടാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം, ഈ ഒരു വിഷയം, ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം വന്യജീവി ആക്രമണമാണ്. കേന്ദ്ര നിയമമാണ് ഇതിനെ തടയുന്ന തടസ്സമെന്നാണ് സംസ്ഥാന സർക്കാർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ കേന്ദ്രത്തിന് ചെയ്യാനാവുന്നത്? കഴിഞ്ഞ 3-4-5 വർഷങ്ങൾക്കിടയിൽ സംസ്ഥാനം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പണമടക്കം അനുവദിച്ചിട്ടുണ്ട്. ആ പണം പൂർണ്ണമായിട്ട് വിനിയോഗിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെയുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഹാനികരമാകുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ. ആ അധികാരം ഉപയോഗിച്ചിട്ടില്ല. സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഈ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ്. ആ അധികാരം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഈ അധികാരങ്ങളൊക്കെ സംസ്ഥാനത്തിന് നൽകിയതിന് ശേഷം ആ അധികാരം ഉപയോഗിക്കാതെ കേന്ദ്രത്തിന് പഴിചാരുന്നത് സ്വന്തം കഴിവില്ലായ്മ മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളതിനപ്പുറത്ത് അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നു. ഇത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്ര ഒരു ആവശ്യം BJP? കഴിഞ്ഞ ദിവസവും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ എല്ലാ മാസവും വിലയിരുത്തൽ യോഗം നടത്തുന്നു. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത് പരിശോധിച്ചിട്ട് വിലയിരുത്തൽ നടത്തുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്, നമ്മുടെ മരുമോൻ മന്ത്രി. അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ലേ? എല്ലാ മാസവും പരിശോധിച്ചപ്പോൾ ഈ കുരിയാടെ കാര്യം ആരും പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഇത് മുഴുവൻ കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് കൈകഴുകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നടത്തുന്ന മറ്റു പല നിലപാടുകൾക്ക് സമാനമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയം. മറ്റൊരു കാര്യം, സിന്ദൂർ ഓപ്പറേഷൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ചു. എങ്ങനെയാണ് ഇത് മറ്റു രാജ്യങ്ങൾ നമ്മുടെ സന്ദർശനത്തെ ഏറ്റെടുത്തത്? വളരെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചത്. ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ലോകം മുഴുവൻ അംഗീകരിച്ചു. 2, പാകിസ്ഥാൻ ഭീകരവാദത്തെ അവരുടെ നാടിൻ്റെ നയമായിട്ട്, രാജ്യത്തിൻ്റെ നയമായിട്ട് കണക്കാക്കി അംഗീകരിച്ച് ഭീകരവാദികൾക്ക് വെള്ളവും വളവും നൽകുന്ന ഒരു മണ്ണായിട്ട് പാകിസ്ഥാനെ മാറ്റി എന്നുള്ളത് ലോകം അംഗീകരിച്ചു. 3, ഇതിനെതിരായിട്ടുള്ള ഒരു ആഗോളതലത്തിലുള്ള നീക്കം, ആ നീക്കം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു. ആ നിലയിൽ അതോടൊപ്പം ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഭീകരവാദ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തിയാൽ അത് യുദ്ധത്തിന് സമാനമായിട്ട് കണക്കാക്കും എന്നുള്ള ഇന്ത്യയുടെ സമീപനം, ആ സമീപനവും ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. അത് തീർച്ചയായിട്ടും ഈ
എന്താ നയതന്ത്ര ദൗത്യത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും വി മുരളീധരൻ അമൃത വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചത് മതരാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുമായി സഖ്യമുണ്ടാക്കി വോട്ടിൽ വിജയിപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. BJP വലിയ തോതിൽ നിലമ്പൂരിൽ മുന്നേറ്റം നടത്തുമെന്നുള്ള കാര്യവും വി മുരളീധരൻ പറഞ്ഞു. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം TK രവീന്ദ്രൻ, അമൃത ന്യൂസ്.